ഇതാണ് അച്ഛനും അമ്മയും കൂടെ നിനക്ക് കണ്ടുവച്ചിരിക്കുന്ന ചരക്ക്. പാപ്പാ, അപ്പൊ സാറിന്റെ കയ്യിൽ എഴുത്തു കൊടുക്കണ്ടേ? അത് ഞാനങ്ങ് മറന്നു. വാ. വരണം വരണം. നമസ്കാരം. ഞങ്ങൾ കുറെ നേരമായി പ്രതീക്ഷിക്കാണ്. ഇരിക്കൂ. യാത്രയൊക്കെ സുഖമായിരുന്നു? പ്രത്യേകിച്ച് സുഖമില്ലായിരുന്നു. ഗോമതി, അവര് വന്നു. മോളെ വിളിക്കേ. ശ്രീധരന് അമ്മയെ കണ്ട് ഓർമ്മയില്ല അല്ലേ? ഇല്ല. അവർ രണ്ടുപേരും ഇവൻ കൊച്ചായിരുന്നപ്പോഴേ മരിച്ചു. ഇനി അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുണ്ടല്ലോ. ശ്രീധര, അമ്മാവനും അമ്മായിയും വന്ന് മോളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാ പോയത്. എന്നാലും ഞാൻ നിർബന്ധമായി പറഞ്ഞു ശ്രീധരൻ വന്ന് മോളെ കണ്ട് ഉറപ്പിച്ചാ മതിയെന്ന്. അതല്ലേ അതിന്റെ മോറ. പിന്നെ ഇത് സാറിനുള്ളൊരു കത്ത. അമ്മാവൻ തന്നയച്ചതായിരിക്കും അല്ലേ? ഇതാണ് എന്റെ മോള് രാധിക. മോളെ, ഇതാണ് ശ്രീധരൻ. വായിക്കുന്നതിന് കത്ത് തിരിച്ചു വാങ്ങിക്കുക. ക്ഷമിക്കണം സാർ, ഈ കത്ത് സാറിനുള്ളതല്ല. പെണ്ണ് കാണാൻ വന്ന വെപ്രാളത്തിന് ഇവൻ ആള് മാറി തന്നുപോയതാ. അമ്മായി പെണ്ണിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ മോനെ? പക്ഷെ പൊളിഞ്ഞുപോയി. പക്ഷേ ശ്രീധരന്റെ സ്ഥാനത്ത് നിന്റെ മോനായിരുന്നെങ്കിൽ എന്തു നടക്കുമായിരുന്നു? ഞാനേ ആ വേലക്കാരി കെട്ടിക്കൊണ്ട് പോരുമായിരുന്നു. ഒന്നുമില്ലാത്തവളായോണ്ട് അവളുടെ ആഭരണം വിറ്റുന്നെന്ന് അച്ഛൻ പരാതി പറയില്ലല്ലോ. നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു തലതിരിവേ തോന്നുന്നുള്ളൂ അല്ലേടാ? എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമായ നിലയ്ക്ക് കല്യാണം ഇനി താമസിപ്പിക്കണ്ട, ഉടനെ അങ്ങ് നടത്തണം. ഉടനെ മുഹൂർത്തം നിശ്ചയിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നടത്താം. ആ താലി കിട്ടുന്ന ജോലിയെങ്കിലും ശ്രീധരന് വിട്ടുകൊടുത്താൽ കൊള്ളാം. മോനെ, തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ കൊടുത്തേക്കും. അമ്മേ, ദാ പ്രസാദം. അമ്മ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എന്റെ മോനെ, നിന്നെ ഇങ്ങനെയൊന്ന് കാണാൻ അമ്മ എത്ര കാലമായി കൊതിക്കുന്നു. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ? അതൊക്കെ മറന്നേക്ക്. അമ്മ ഇനി ഒരു വര വരച്ചേ, അതിനപ്പുറം ഞാൻ ഇനി കറക്കില്ല. പോടാ, വരെയൊന്നും വരയ്ക്കുന്നില്ല. നീ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി എനിക്ക്. ചേട്ടാ, പ്രസാദം. വേണ്ട അനു, രാധികയുടെ വിവാഹം നിശ്ചയിച്ചു. അതിന് ഗോവിന്ദപിള്ള ഇവിടെ വന്നില്ലല്ലോ. വന്നു, പയ്യനെ കണ്ടു, വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവനല്ല വരൻ. ചേട്ടാ, ഗോവിന്ദപിള്ളയുടെ മകൾ രാധികയെ അറക്കൽ ശങ്കരൻ നായരുടെ അനന്തരവൻ ശ്രീധരൻ 7-ാം തീയതി കാലത്ത് 9 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതിനുള്ള ക്ഷണക്കത്തായത്. നീ ഇത് കണ്ടോ? കേട്ടു. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടാ. ഉണ്ടാവണമെന്നില്ല. മകളെ വളർത്തിയ അച്ഛൻ അന്വേഷിച്ചിരിക്കും. അന്വേഷിക്കണമല്ലോ. മഴ നിന്നാലും മരം പെയ്യുമെന്നൊരു ചൊല്ലില്ലേ? സംഭവിച്ചത് അതാവും. ചേട്ടാ, ചേട്ടൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. 7-ാം തീയതി അതേ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോന്റെയും കല്യാണം നടത്തണം. വേണ്ട, ഇനി എനിക്ക് വേണ്ടി ആരും പെണ്ണ് കാണണ്ട. ഈ ജീവിതത്തിൽ എനിക്കിനി വിവാഹമില്ല. മോനെ, ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഇനി വേണ്ട.
മിടുക്കൻ മിടുക്കൻ. എവിടാ ചേട്ടാ അവിടെ കല്യാണം? എനിക്കറിയില്ല ആശാനെ. അറിയില്ലേ? പറയടാ. അമ്പലത്തിൽ വെച്ചാണേ. കേരള വണ്ടിയില്ലേ? എങ്ങോട്ട് പോകുന്നു? അവിടെ കല്യാണത്തിന്. അത് കലക്കണോ ആശാനെ? കേരള. മോളെ, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാല് വെച്ച് കയറിക്കോളൂ. ഇനി നിങ്ങൾ സന്തോഷമായി ഇവിടെ ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. വലിയ വീടും രണ്ടാളുമായതുകൊണ്ട് ആദ്യമൊക്കെ അല്പം വിഷമം തോന്നും. എന്ത് വിഷമം? പരസ്പരം മനസ്സിലിണങ്ങി കല്യാണം കഴിക്കുന്ന പുതിയ തലമുറയ്ക്ക് അവർ മാത്രമുള്ള വീടാണ് ഇഷ്ടം. അല്ലേ ശങ്കരൻ നായര്? ഈ കിഴവികൾക്ക് ഇത് വല്ലതും അറിയാവോ പോയിന്ന പിള്ളേ? അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകൾ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഏതായാലും പാല് കാച്ചി കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. വാ മോളെ. ക്ഷമിക്കാനോടി? മരണം വരെ ക്ഷമിക്കില്ലടി. അവൻ എന്നെ ഒന്ന് ഇരുത്തിയതാണടി. അതാണ് അതിന്റെ സത്യം. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ആശാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ആ ശ്രീധരൻ കെട്ടിയത്? അതവൻ അറിഞ്ഞോണ്ട് ആശാന് ജാക്കി വെച്ചതാ. അവൻ ജയിച്ചെന്ന അവന്റെ വിചാരം. അവനെ ഞാൻ തട്ടും. അവളെയും തട്ടും. അവൾ നല്ലവൾ, എന്റെ രാധിക. എല്ലാരും കൂടെ അവളെ ചതിച്ചതാ. ചതിച്ചവരുടെ എല്ലാം പേരിങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ ആശാനെ. തട്ടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റൊക്കെ എന്റെ മനസ്സിലുണ്ടടാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എടീ, എനിക്ക് ഇനിയും കുടിക്കണം. ഒഴിക്കടേ. അയ്യോ, ഇനി കുടിക്കണ്ട. ഒഴി. രണ്ടു കുട്ടി കാലിയാക്കി കുഞ്ഞെ. ഇനി ഞാൻ കാലിയാക്കും. ഒഴിക്കടി. ഒഴിച്ചു കൊടുക്കടി. ഈ കാച്ചിയ മുതൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കടുവർത്തിട്ടോ? എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നോ? 25 വർഷമായി ഞാൻ എന്നും കാച്ചിയ മോര് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, ഉഗ്രൻ, ഉഗ്ഗ്രൻ. ജാക്കി വെക്കണ്ട. സത്യമരാധികം ഞാനീ പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന എന്നെ കൂട്ടാനാ ഈശ്വരൻ എനിക്ക് കൈ തന്നിരിക്കുന്നത്. ഒരു പേടിയുള്ളൂ. പറഞ്ഞു തരാൻ ആരുമില്ല. താളപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കണം, മറക്കണം. അത് അങ്ങോട്ട്
അച്ഛനെ, അർജുനും സുഭദ്രയും വരുന്നുണ്ട്, നമുക്ക് ഒതുങ്ങി പൊക്കളയാം. പങ്കെടുക്കാൻ സാധിച്ചില്ല. അഭിനന്ദനം അല്പം വൈകിയാലും ആവാലോ. അതെ, വിഷ് യു എ എങ്ങനെയുണ്ട് അച്ഛനെ? കലകി. ഏത് നാറിയാലും അറിഞ്ഞോടെ നിനക്ക് ഉത്തമെന്ന് പേരിട്ട്. എന്നാലും എന്റെ പെങ്ങളെ, എന്റെ ആശാനോട് ഇത് വേണ്ട. ഇതെന്തൊരു ജന്മം ചേട്ടാ. ഇതാണ് കടിഞ്ഞാണില്ലാത്ത കുതിര, എടുത്താൽ പൊങ്ങാത്ത സ്വത്ത്, നിയന്ത്രിക്കാൻ ആരുമില്ല. അവന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളവർ ആരുമില്ല രാധിയെ. നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം സാധിച്ചു തരാം. അത് കാര്യം പറയാതെ എങ്ങനെ അറിയുന്നത്? എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരൊറ്റ ദിവസം മാത്രം എന്റെ കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ മതി. എന്ന് വെച്ചാ ഉള്ളി ഏക് ദിൻ കാ സുൽത്താൻ. ആളിനെ പറയണം. അവൻ എന്നെ തോൽപ്പിച്ചു. ഇങ്ങനെയെങ്കിലും അവനെ എനിക്ക് തോൽപ്പിക്കണം. എന്നിട്ടും ആളിനെ പറയുന്നില്ലല്ലോ. ശ്രീധരന്റെ ഭാര്യ രാധിക. അയ്യോ, ഞാനില്ല. ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. മഹാലക്ഷ്മി മുഖത്തുവന്ന വിലാസിനി മുഖത്തുവന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. ചോദിക്കുന്ന കാശ് തരും. ആ കാശ് എനിക്ക് വേണ്ട. ആ നേരുകുട്ടി ഒന്ന് കൊണ്ടുവന്നതിന്റെ സുഖം മറന്നോ? എന്റെ പേരുടെ അബ്ബളകിപ്പോയി. ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ട് വീട്ടിനടുത്തുള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? സാരമില്ല, 1-2 വർഷം കൂടി കഴിയുമ്പോ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ആവില്ലേ? അതെങ്ങനെ? നമ്മുടെ മോൻ വരും, അവൻ ഇവിടെ കിടന്ന് തകർക്കില്ലേ? അപ്പൊ മോൻ വേണോന്നാ? ആദ്യം മോൻ, പിന്നെ ഒരു മോൾ. Only 2. വിളിക്കണേ അവനെ. വഴക്കൊന്നും പറയരുത്. അത് ഞാൻ ആലോചിച്ചോളാം. വിളിക്കേ. വേണോ മോനെ? വേണോ? സാറ് ഉറങ്ങിയായിരുന്നു അല്ലേ? നാണം ഉണ്ടോടാ നിനക്ക്? ഞാൻ എന്താ തുണി കൊടുത്തിട്ടില്ലേ? ഇതേ ഒറ്റ അടി തന്നാലുണ്ടല്ലോ. ധിക്കാരം പറയുന്നു തമ്മാടി. വഴക്ക് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിയപ്പുറത്ത് നട്ടുച്ച നേരത്ത് അവൻ മുറി അടച്ച് കിടന്ന് ഉറങ്ങുന്നു. അവന് ഞാൻ താരാട്ട് പാടണം. വഴക്ക് പറയുന്നത് കുറ്റമാണോ മോനെ? മറ്റൊന്നും വേണ്ട. നിനക്ക് പുറത്തൊക്കെ നടന്ന് നടന്നാലെന്താ? ഇതൊരു ശല്യമായല്ലോ. പുറത്ത് കണ്ടാ ചോദിക്കും എന്തിനാണ് തെക്ക് വടക്ക് നടക്കുന്നതെന്ന്. അകത്ത് കയറി കിടന്നാ ചോദിക്കും എന്തിനാണ് മാറി കിടക്കുന്നതെന്ന്. നടക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യുമോനെ, നീ പോയി നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവാ. അവരിവിടെ വന്നു കഴിയുമ്പോ കാര്യങ്ങളൊക്കെ നേരെയാകും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട, നിങ്ങൾ പോകണ്ട. വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോടി? നമ്മൾ പോയാൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ പോരൂ. ഒന്നുകിൽ വരും, അല്ലെങ്കിൽ ഡൈവോഴ്സ്. പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ. അവളിവിടെ വന്നാൽ അവൾക്കൊരു ബ്ലൗസ് വാങ്ങണമെങ്കിൽ പോലും ഞാൻ അച്ഛന്റെ മുമ്പിൽ കഴിഞ്ഞെത്തണം. അപ്പൊ വീണ്ടും തുടങ്ങും വഴക്ക്. ആ നാണക്കെങ്കിലും ഒഴിവാക്കാൻ അവൾ അവിടെ തന്നെ നിൽക്കല്ലേ അച്ഛൻ നല്ലത്. അപ്പൊ അവളെയും കുഞ്ഞിനെയും നീ കൊണ്ടുവരില്ല? കൊണ്ടുവരാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയാൽ കൊണ്ടുവരും. സാഹചര്യം എവിടുന്ന് വരും? അത് മാത്രം എനിക്കറിയില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇവന് കുടുംബജീവിതം വീതിച്ചിട്ടില്ലടി.
കടിഞ്ഞ പ്രസവം നമ്മുടെ വീട്ടിൽ തന്നെ വേണം മോളെ. അതാ പതിവ്. ഞാനത് ശ്രീയേട്ടനോട് പറഞ്ഞമ്മേ. എന്നിട്ട് സമ്മതിക്കണ്ടേ? പ്രസവം ഇവിടെ മതിയെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. അല്ലേ, പട്ടണത്തിൽ വളർന്ന എന്റെ മോള് ഈ കൃഷിപ്പണിയെല്ലാം ഇത്രയും വേഗം എങ്ങനെ പഠിച്ചു എന്നാണ്. ആ, മുല്ലപ്പൂമണം ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നല്ലേ ചൊല്ല്. ആ, എന്തായി? എന്ത് തീരുമാനിച്ചു? ശ്രീധരൻ പറയട്ടെ. ഇവിടെ മതിയെന്നാ ഇവള് പറയുന്നത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല ചാ. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് പിന്നെ കൂടെ കൂടെ ഡോക്ടറെ കാണണം. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിലും പ്രസവം ഇവിടെ മതിയെന്നാ ഡോക്ടർ പറയുന്നത്. അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അച്ഛാ. എന്തിനാ പാവം ഡാക്ടറുടെ പുറത്ത് പഴിയായിരുന്നു? നിങ്ങൾക്ക് വിരിഞ്ഞിരിക്കാൻ മുഷമാണെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ. ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നോ? ശരി, ദിവസം എടുക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇങ്ങോട്ട് പോരാ. എന്താ ഗോമതി? അതിന് നിങ്ങൾ എന്തിനാ? അത് ശരിയാ, ഞാനെന്തിനാ പൊന്നുരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്ത് കാര്യം? അപ്പൊ പിന്നെ താമസിക്കുന്നതിന് നമുക്ക് പോകരുതോ? ആ മോളെ, ഒരു കാര്യം, ഇനി നീ ഇവന്റെ കൂടെ കാട് വെട്ടിക്കാനും വളം പിടിക്കാനും ഒന്നും പോയേക്കരുത്. ഇവള് നിർബന്ധിച്ചാലും നീ കൊണ്ടുപോകരുത് മോനെ. ഇല്ല മാവ, ഇവളെ ഇവിടുന്ന് പുറത്തിറക്കില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബസ് സ്റ്റോപ്പിൽ ഞാനും വരാം മാവ. വേണ്ട, ഞങ്ങൾ തന്നെ പൊയ്ക്കൊള്ളാം. മോളെ, അമ്മ ഇറങ്ങട്ടെ മോളെ. ആ മോനെ, പ്രസവം കഴിയുന്നത് വരെ ഒരു നിയന്ത്രണമൊക്കെ വേണം എല്ലാത്തിനും. വാ. നിന്റെ അച്ഛൻ ആള് മോശമല്ലല്ലോ. ഇനി പറയാനുള്ള പറയണ്ടേ? കൊച്ചമ്മേ, രാധിക കുഞ്ഞ് പ്രസവിച്ചു. നേരെയോ? 10ാം തീയതി കഴിഞ്ഞ് കാണത്താണെന്നല്ലോ ഡെഡി ഡോക്ടർ പറഞ്ഞത്. എന്താ കുട്ടി? ആണാ? പിന്നെ രാധിക പ്രസവിച്ചു.